Exercise 9.1, question number 8. Mohan wants to buy a trapezium-shaped field. Its side along the river is parallel to and twice the side along the road. If the area of this field is 10,500 meters square and the perpendicular distance between two parallel sides is 100 meter, find the length of the side along the river. ക്വസ്റ്റ്യൻ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഒന്ന് രണ്ട് തവണ നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനും അതിന് ഇവിടെ ചെയ്യാൻ പോണത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാനിവിടെ എൻ്റെ ഒരു പിക്ചർ വരയ്ക്കാൻ പോവാണ്. മോഹൻ വാണ്ട്സ് ടു ബൈ എ ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ്. മോഹൻ ഏത് ഷേപ്പിലുള്ളൊരു ഫീൽഡാണ് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചത്? ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡാണ് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചത്. ഓക്കെ, അപ്പോൾ പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് സൈഡ് അലോങ് ദ റിവർ. അതിൻ്റെ ഒരു സൈഡ്, ആ ഫീൽഡിൻ്റെ ഒരു സൈഡ് റിവറാണ് ആൻഡ് അതർ സൈഡ് റോഡാണ്. ഓക്കെ, അപ്പോൾ ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡിന് രണ്ട് സൈഡുണ്ട്. ഒരു സൈഡിൽ പുഴയാണ്, മറ്റേ സൈഡിൽ റോഡാണ്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് സൈഡും, ഇങ്ങനെ പുഴയുടെ സൈഡും അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡുള്ള ഈ രണ്ട് സൈഡും പാരലലും ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് ദ സൈഡ് അലോങ് ദ റോഡ്. ഓക്കെ, പുഴയുടെ സൈഡിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ല പുഴയുടെ സൈഡില്ലേ, ആ സൈഡ് എന്ന് പറയുന്നത് റോഡ് സൈഡിൻ്റെ ഇരട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പുഴയുടെ സൈഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. സോ ഞാനിത് പിക്ചറൈസ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇത് റോഡാണ് കേട്ടോ, ഇത് റോഡാണ്. ഓക്കെ, ഇനി മോഹൻ്റെ വാങ്ങിക്കാൻ പോകുന്ന ഫീൽഡിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ട്രപ്പീസിയം ഷേപ്ഡ് ആണ് അല്ലേ. ഇങ്ങനെ ട്രപ്പീസിയം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് മോഹൻ വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് റോഡിനോട് ചേർന്നിട്ടാണ്, മറ്റേ സൈഡ് എന്ന് പറയുന്നത് പുഴയോട് ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് പുഴയാണ് കേട്ടോ, ഇതൊക്കെ പുഴയാണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് റോഡിനോട് ചേർന്നിട്ടാണ്, മറ്റേ സൈഡ് എന്ന് പറയുന്നത് പുഴയോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഞാൻ പുഴയോട് ചേർന്ന സൈഡും റോഡിനോട് ചേർന്ന സൈഡും മാത്രമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കാം, ഇതാണ് റോഡിനോട് ചേർന്ന സൈഡ്. ഓക്കെ, ഇതാണ് പുഴയോട് ചേർന്ന സൈഡ്. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സൈഡും പാരലലാണ്. പുഴയോട് ചേർന്ന് പോകുന്ന സൈഡും റോഡിനോട് ചേർന്ന് പോകുന്ന സൈഡും പാരലലാണ്. ഫസ്റ്റത്തെ കാര്യം അതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ റോഡിനോട് ചേർന്ന് പോകുന്ന സൈഡിൻ്റെ ട്വൈസ് ആണ് പുഴയോട് ചേർന്ന് പോകുന്ന സൈഡ്. അതായത് റോഡിനോട് ചേർന്ന് പോകുന്ന സൈഡ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആയിരിക്കും പുഴയോട് ചേർന്ന് പോകുന്ന സൈഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരു ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഫീൽഡ് നടുക്കിലാണ്. ഫീൽഡിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് റോഡാണ്, മറ്റേ സൈഡ് പുഴയാണ്. പുഴയോട് ചേർന്ന് നിൽക്കുന്ന സൈഡ്, പുഴയും റോഡും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫീൽഡ് ഇവിടെ അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് പുഴയോട് ചേർന്ന സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്, അതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ട്വൈസ് ആയിരിക്കും റോഡിനോട് ചേർന്ന സൈഡിൻ്റെ ഇരട്ടി ആയിരിക്കും പുഴയോട് ചേർന്ന സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്തതെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഒരു റോഡിനോട് ചേർന്ന സൈഡ് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും പുഴയോട് ചേർന്ന സൈഡ്, അപ്പോൾ പുഴയോട് ചേർന്ന സൈഡ് 2x ആയിരിക്കും. ഓക്കെ, ഇനി ഈ രണ്ട് സൈഡും പാരലലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പാരലൽ സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഹൈറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹൈറ്റ് h ആയിട്ട് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡിൻ്റെ വേറെ എന്താ തന്നിട്ടുള്ളത്? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ് തന്നിട്ടുള്ളത്? ഏരിയ എന്ന് പറയുന്നത് 10,500 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ തന്നിട്ടുണ്ട്, ഇതും തമ്മിലുള്ള രണ്ട് പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, രണ്ട് പാരലൽ സൈഡിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്ലൂവും തന്നിട്ടുണ്ട്. അതായത് റോഡ് സൈഡിലുള്ള റോഡിനോട് ചേർന്ന സൈഡിൻ്റെ ട്വൈസ് ആയിരിക്കും പുഴയോട് ചേർന്ന സൈഡ്, അങ്ങനത്തെ ഒരു ഹിൻറ്റും അവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പുഴയോട് ചേർന്ന് കിടക്കുന്ന സൈഡിൻ്റെ ലെങ്ത് ആണ്.
അതായത് 2x വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ, വളരെ ഈസി അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു പരിഭ്രമമൊക്കെ വരും, പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ട്രപ്പീസിയം ഏരിയയുടെ ഇക്വേഷനിൽ ഒരു പാരലൽ സൈഡിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ, ആ ട്രപ്പീസിയത്തിൻ്റെ 2 പാരലൽ സൈഡാണ്. എച്ച് എന്ന് പറയുന്നത് ആ പാരലൽ സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. തിയറി പോർഷൻസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തിയറി പോർഷൻസ് പോയി കണ്ടിട്ട് വരൂ കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എക്സും ബി എന്ന് പറയുന്നത് 2x ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കാം. ഇത് എക്സ്, ഇത് എ എന്ന് പറഞ്ഞ സൈഡാണ്, ഇത് ബി എന്ന് പറഞ്ഞ സൈഡാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ സൈഡ് നമുക്കിവിടെ എക്സ് ആയിട്ട് 2 പാരലൽ സൈഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എക്സും ബി എന്ന് പറയുന്നത് ഇവിടെ 2x ആണ്. എച്ച് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 100 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതേ നോക്കിക്കോളൂ കേട്ടോ, അതേ ഇവിടെ കണ്ടോ, എച്ച് എന്ന് പറയുന്നത് ഈ പാരലൽ സൈഡ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്, അത് 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഏരിയ ഓഫ് ട്രപ്പീസിയവും തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്താ, 10,500 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണ്. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു മീറ്റർ സ്ക്വയർ, 10,500 മീറ്റർ സ്ക്വയർ. ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു എക്സ് പ്ലസ് 2x, എയും ബിയും അതാണ്, എക്സും 2xും ആണ്, ഈക്വൽ ടു 10,500 മീറ്റർ സ്ക്വയർ. ഓക്കെ, എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3x ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 3x ഇസ് ഈക്വൽ ടു 10,500 മീറ്റർ സ്ക്വയർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിൽ ചെയ്യാം. ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 3x ഇസ് ഈക്വൽ ടു 10,500 മീറ്റർ സ്ക്വയർ. ഇത് നമുക്ക് 3x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3xനെ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളതിനെല്ലാം അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോവാം. സോ എന്ത് ചെയ്യുക, 3xനെ ഇവിടെ നിർത്താം, 10,500 ഇവിടെ 100 ഇൻറ്റു ആണ് അല്ലേ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2 എന്ന് വരും. 2 0യും ക്യാൻസലായി പോയി. സോ നമുക്ക് കിട്ടും 105 ഇൻറ്റു 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 105 ഇൻറ്റു 2, എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 105 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3. ഈ 3 105ൽ ക്യാൻസലായി പോകും. എത്ര, 3 ടൈംസ് ദെൻ 15 35 എന്ന് വരും. ദെൻ 35 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്ര വരും, 70 സെൻറ്റിമീറ്റർ. സോറി, 70 സെൻറ്റിമീറ്റർ അല്ല, ബാക്കി മെഷേഴ്സൊക്കെ എന്തായിരുന്നു, മീറ്ററിലല്ലേ. സോ ഇതെന്തായിരിക്കും, മീറ്ററിലായിരിക്കും, 70 മീറ്റർ. ഓക്കെ, മീറ്റർ. സൈഡ് അലോങ് ദ റോഡ് ഈസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സ് നമുക്ക് 70 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡ് അലോങ് ദ റിവർ കാണണം. അത് എത്രയാണ്, 2x ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അറിയാം. ദെൻ 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 70 ചെയ്യുമ്പോൾ 140 മീറ്റർ. അതാണ് സൈഡ് അലോങ് ദ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.